വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തുടക്കത്തിൽ ഒരു നേരിയൊരു ഇടിവിലേക്ക് വഴുതി വീണിട്ടാണ് ഇപ്പോൾ വിപണിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനായിരിക്കുമോ പ്രധാനമായിട്ട് വിപണി ഇന്ന് സാക്ഷ്യം വഹിക്കുക? സി നമുക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടക്കുമോ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വി സ്റ്റിൽ കനോട്ട് സേ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ അല്പം വീക്ക്നെസ് കാണിച്ചെങ്കിലും വി ക്യാൻ സീ എ ഗുഡ് റിക്കവറി ഇൻ ദ മാർക്കറ്റ്സ് നൗ. ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26 ശേഷം നമ്മൾ നിഫ്റ്റി 50 നിഫ്റ്റിയുടെ മേജർ ഇൻഡിസസിലോ ഒന്നും തന്നെ നമ്മൾ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കണ്ടിട്ടില്ല. സോ അപ്പോൾ ആ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിഫ്റ്റി ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാർക്കറ്റ് പ്ലസിൽ തന്നെ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുക, ഒരു ബുള്ളിഷ് അണ്ടർടോൺ ആണ് കാണാൻ സാധിക്കുകയെന്ന്. ഏകദേശം തുടങ്ങിയ സമയത്ത് ഒരു ഫ്ലാറ്റ് ബേസിസിലായിരുന്നു തുടങ്ങിയതെങ്കിൽ പോലും നിലവിൽ 0.5% മുകളിലേക്ക് നേട്ടം നൽകാൻ നിഫ്റ്റി ഐ ടിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 36,008.5 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. TCS ഉൾപ്പെടെയുള്ള മെഗാ ക്യാപ് കമ്പനികൾ തന്നെയാണ് ഈ ഒരു സൂചിക ലീഡും ചെയ്യുന്നത്. നിഫ്റ്റി ഐ ടിയെ സംബന്ധിച്ച് സാറിന്റെ വ്യൂ എന്താണ്? അതുപോലെ തന്നെ ഈ ഒരു സൂചികയിൽ സാറിന്റെ ഫോക്കസുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അനില, അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ഐ ടി മേഖലയിൽ കാര്യമായിട്ട് ഒരു പുതിയ പൊസിഷൻ എടുക്കാനും ഒരു അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അനില പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഒരു 10 നിമിഷം മുൻപ് വരെ നമുക്ക് TCS മുതലായ സ്റ്റോക്സിലൊക്കെ നല്ലൊരു പോസിറ്റീവ്നെസ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന വെദർ ഇറ്റ് ഈസ് LTI, മൈൻട്രി, TCS എല്ലാ മേജർ ഐ ടി സ്റ്റോക്സിലും നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ ഹെൽത്ത് കെയർ ഒപ്പം ഫാർമ സൂചികകൾ 1% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇരു സൂചികകളുടെയും ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 29% ഒരു മുന്നേറ്റം ഫാർമയും അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ മേഖലകളിൽ നിന്നുമൊക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. ഈ ഒരു സൂചിയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സിന് 16,400 പോയിന്റിൽ ദർ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഫാർമ ഇൻഡെക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 3% ഒരു നേട്ടം നൽകിയിട്ട് ഇന്നും ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഓഹരികൾ 1% ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 170 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫൻസ് സെക്ടറിൽ ഒരു നിലനിൽക്കുന്ന മുൻനിര കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണം, സപ്ലൈ തുടങ്ങിയവയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ വർഷം 2023 നമ്മൾ റെയിൽവേ അതോടൊപ്പം തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു മികച്ച മൂവ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ബെല്ലിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇനി മുന്നോട്ട് പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഈ ഒരു നിലവിലെ നേട്ടം അവസരമായി കണക്കാക്കേണ്ടതുണ്ടോ? ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ കൂടെ തന്നെ BL നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് BLന്റെ കേസിൽ ഐ തിങ്ക് ദ ഷെയർ ഇസ് ഡ്യൂ ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 176 രൂപയിലാണ്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സർ, ഡിഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോക്കിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. മെസഗോൺ ഡോക്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും പുതിയ ഓർഡറുകൾ കമ്പനിക്ക് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ ക്ലയന്റിന്റെ കയ്യിൽ ഏകദേശം 42 ദശലക്ഷം US$ പുതിയൊരു ഓർഡറാണ് കമ്പനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഓഹരികളെല്ലാം ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും മെസഗോൺ ഡോക്ക് ഏകദേശം 3% മുകളിലേക്കാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മെസഗോൺ ഡോക്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും സാറിന്റെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സോ മാസഗോൺ ഡോക്കിന്റെ കേസിൽ മാസഗോൺ ഡോക്ക്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് ഈ രണ്ട് സ്റ്റോക്കിലും നമുക്ക് കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. ആൻഡ് മാസഗോൺ ഡോക്കിന് 2120 രൂപയിലായിരുന്നു അതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ്. ഇന്ന് ആദ്യത്തെ ട്രേഡിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്.
അതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം അതോടെ നെഗേറ്റ് ചെയ്തു പോയിരിക്കുന്നു. സോ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഇപ്പോൾ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് പ്രദീപ് സാർ, ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഏറ്റവും അധികം ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഷുഗർ സ്റ്റോക്സിന്റെ കാര്യത്തിൽ തന്നെയാണ്. എല്ലാ ഓഹരികളിലും മികച്ച ഒരു നേട്ടം, കൃത്യമായി 5-6% ഭൂരിഭാഗം ഓഹരികളും ഇപ്പോൾ നേട്ടം കാണാൻ സാധിക്കുന്നത്. ഷുഗർ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കരിമ്പ് ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം സർക്കാർ നീക്കി എന്നുള്ള ഒരു വാർത്തകളെ തുടർന്നാണ് തീർച്ചയായിട്ടും ഓഹരികളിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ഓഫ്കോഴ്സ് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നിലവിലെ ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ നിലവിൽ രേഖപ്പെടുത്തുന്ന ഈ ഒരു മികച്ച ഒരു മൂവ്മെന്റ് പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള അവസരമായിട്ട് കരുതേണ്ടതുണ്ടോ? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഹൈലി പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഇൻഡസ്ട്രി. ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണാറുണ്ട്. ഒരു ദിവസം നമ്മൾ കേൾക്കും ഗവൺമെന്റ് എത്തനോളിനെ എഗൻസ്റ്റ് ആയിട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന്, അടുത്ത ദിവസം അത് അനുവദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. സോ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ഹൈ വോളറ്റിലിറ്റി. എൻ്റെ ഒരു അഡ്വൈസ് എടുക്കുമെങ്കിൽ ഐ തിങ്ക് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സെക്ടർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ട് ഒത്തിരി സെക്ടേഴ്സും ഉണ്ട്, ഒത്തിരി സ്റ്റോക്സും ഉണ്ട്. അവിടെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് പൂർണ്ണമായിട്ട് കൊടുക്കേണ്ടത്. സാർ, അതിനോടൊപ്പം തന്നെ സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്ന മറ്റൊരു സെഗ്മെന്റ് PSU ബാങ്ക് സൂചികയാണ്. PSU ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ സാർ രാവിലെ സൂചിപ്പിച്ചതുപോലെ നേരിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം 0.7% ഇടിവിലാണ് സൂചിക ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ ഒരു ഇടിവിൽ പോലും സൂചികയിൽ ഈ ഒരു ഇടിവിൽ പോലും മികച്ച നേട്ടം നൽകുന്ന ഒരു ഓഹരിയാണ് യുക്കോ ബാങ്കിന്റെ ഓഹരികൾ. യുക്കോ ബാങ്ക് നിലവിൽ 4.05% ഒരു നേട്ടമാണ് ഇപ്പോൾ നൽകുന്നത്. യുക്കോ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓഹരിയാണോ യുക്കോ ബാങ്ക്? സോ PSU ബാങ്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഒത്തിരി സംസാരിച്ചിരുന്നു. ഇന്ന കാലത്ത് മാർക്കറ്റ് പ്ലസിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സോ PSU ബാങ്കുകൾ എടുക്കുമ്പോഴേക്കും PSU ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ ഹയർ വാല്യൂ സ്റ്റോക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യുക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പിനെ തുടർന്ന് നമുക്ക് ഇപ്പം നല്ലൊരു നേട്ടം ഈ സ്റ്റോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നാച്ചുറലി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. യുക്കോ ബാങ്ക്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിലൊക്കെ ഓൾറെഡി നമ്മൾ ഇന്ന് 4% നേട്ടം കണ്ടു കഴിഞ്ഞു. സോ അതിനെ തുടർന്ന് വി ആർ ഗോട്ട് ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ. ബട്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ഇന്ന് ഇതുവരെ നമുക്ക് 1% നേട്ടമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. സോ നമ്മളൊരു വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ ഫോക്കസ് ഓൺ PSB. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്ന് ആർതി ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ 1.22% ഒരു മുന്നേറ്റം നൽകുന്നുണ്ട്. നിലവിൽ 598 രൂപ എന്നുള്ള ഒരു റേഞ്ചിലാണ് പെർഫോം ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ മുൻനിര ഇന്ത്യൻ നിർമ്മാതാക്കളായിട്ടുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ 4.94% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആർതി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ ആർതി ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് ഒരു വർഷം അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ബട്ട് ഒക്ടോബർ അവസാനത്തോടുകൂടി 445 രൂപയിലായിരുന്നു, 438 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടമിങ് ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം വലിയൊരു നേട്ടമായി ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല.
യെസ് സാർ. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാമത്ത് ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4% ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഏകദേശം 35% നേട്ടവും ഇയർ ടു ഡേറ്റിൽ നോക്കുമ്പോൾ 168% നേട്ടവും നൽകിയ ഒരു ഓഹരി കൂടിയാണ്. നിലവിൽ ഓഹരിയിൽ കാണുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ, അതിനോടൊപ്പം തന്നെ ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ട് വാച്ച് ചെയ്യേണ്ടത്? ഈ സ്റ്റോക്ക്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് നമുക്ക് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഈ ഓവറോൾ മാർക്കറ്റിൻ്റെ ഇത്രയും ശക്തമായിട്ട് ഒരു ബുള്ളിഷ്നെസ്സിനെ തുടർന്ന് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് സ്പെക്കുലേറ്റീവ് ബൈയിങ്. ഇത്തരം സ്റ്റോക്സ് നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക, പർട്ടിക്കുലർലി ഇതുപോലെ ഓവർ ഹീറ്റഡ് മാർക്കറ്റ് കണ്ടീഷൻസിൽ. വെള്ളിയാഴ്ച 300 രൂപ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് കണ്ടിരുന്നു. നമുക്ക് ഇന്നും അതേ കനത്ത സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ടോട്ടലി അവോയ്ഡ് ദ സ്റ്റോക്ക്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ സുസ്ലോൺ എനർജിയെ സംബന്ധിച്ചിടത്തോളം 1.17% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിക്കുള്ള എല്ലാ സാധ്യതകളും എടുത്തതിന് ശേഷം ഈ വർഷം 200%-ലധികം നിക്ഷേപകർക്ക് നേട്ടം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇനി സുസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർ പ്രധാനമായിട്ടും എന്താണ് അവർ വാച്ച് ചെയ്യേണ്ടത്? അതോടൊപ്പം തന്നെ സുസ്ലോണിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സുസ്ലോണിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 35 രൂപ 75 പൈസ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുക. സോ 35 രൂപ 75 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. പുതിയൊരു ബൈയിങ് അവസരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 39 രൂപ 75 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ഈ ഒരു രണ്ട് ലെവൽസിന് ഇടയിലാണെങ്കിൽ ജസ്റ്റ് സ്റ്റേ അവേ, വെയിറ്റ് ഫോർ എ ബ്രേക്ക് ഔട്ട് ഇൻ ഐദർ ഡയറക്ഷൻ. യെസ് സാർ. ഏതായാലും അവസാനമായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ താങ്കളുടെ ഒരു ലിസ്റ്റിലുള്ള ഫോക്കസിലുള്ള സ്റ്റോക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. മെയിൻലി എൻ്റെ ഫോക്കസ് മുഴുവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മോൾ PSU ബാങ്ക്സിൽ തന്നെ എൻ്റെ ഫോക്കസ്. മെയിൻലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എക്സെട്ര. അതിൻ്റെ കൂടെ തന്നെ വേറൊരു PSU കമ്പനി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. മറ്റ് സ്റ്റോക്സിലൊക്കെ തന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു.